ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവിനകത്ത് ഷാനവാസ് ടാസ്കിൽ പങ്കെടുക്കാതെ ആ ഒരു കോർണറിൽ ഇരിക്കുവാണ് ആദില നൂറയോട് സംസാരിച്ചുകൊണ്ട്. ഇപ്പൊ കുറെ നേരമായിട്ട് പുള്ളി അവിടെ തന്നെ ഇരിപ്പാണ്. എല്ലാവരും ഈ ടാസ്കിൽ പങ്കെടുക്കുന്ന ജിസേല്, RJ ബിൻസി, അതേപോലെ തന്നെ ശൈത്യ, ഇവര് 3 പേരും ടാസ്കിൽ പങ്കെടുക്കുന്ന പോലെ തന്നെ അവരവിടെ ആ ഒരു ബെഡിന്റെ ആ ഒരു കട്ടിലിന്റെ ഏരിയയിൽ തന്നെയാണ് ഇവർ ഇരിക്കുന്നത്. ഷാനവാസ് മാത്രം മാറിയിരിക്കുകയാണ്. ടാസ്ക് ലെറ്ററിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ബെഡിന്റെ അടുത്ത് ഇരിക്കണം, അല്ലെ ബെഡിന്റെ മുകളിൽ ഇരിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. അതായത് ഗാർഡൻ ഏരിയയിൽ എവിടെ വേണേലും ഇരിക്കാമെന്നൊന്നും ബിഗ് ബോസ് അങ്ങനെ എഴുതിയിട്ടൊന്നുമില്ല. അപ്പൊ ഷാനവാസ് ആ ഒരു സൈഡിൽ അങ്ങനെ മാറിയിരിക്കുന്നത് പലരും വന്ന് പറയുന്നുണ്ട്. അനീഷ് വന്ന് പറഞ്ഞിരുന്നു അവിടെ പോയിരുന്ന് ടാസ്ക് ബിഗ് ബോസ് വന്നിട്ടുള്ള ടാസ്കിനെ ബഹുമാനിക്കണം എന്നൊക്കെ അനീഷ് ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ അനീഷിനെ കളിയാക്കി വിടുന്ന ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരുന്നത്. പിന്നെ അനീഷ് പോയി കഴിഞ്ഞിട്ട് ആദില നൂറയോട് ഷാനവാസ് പറയുന്നുണ്ട്, പുള്ളി ബേസിക്കലി ഒരു പാവം മനുഷ്യനായിരിക്കും, നമ്മളെ പോലെ വലിയ സിറ്റിയിലൊന്നും താമസിക്കുന്ന ആളൊന്നും അല്ല, ഗ്രാമത്തിൽ ഒതുങ്ങിക്കൂടി ജീവിക്കുന്ന മനുഷ്യനാണ്, നിലനിൽപ്പിന് വേണ്ടി ബിഗ് ബോസിനകത്ത് ഇങ്ങനെ ഒരു ഷോ കാണിക്കുന്നതാണ് പുള്ളി, മനഃപൂർവ്വം ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് കൂടുതൽ ദിവസം നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അനീഷിനെ പറ്റിയും അല്ലാത്തതുമായിട്ടുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അനീഷിനെയാണ് മെയിൻ ആയിട്ട് കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അനീഷ് ആയിരുന്നു അവിടുത്തെ ടോപ്പിക്. അനീഷ് കുറെ നേരം അവിടെ കറങ്ങി തിരിഞ്ഞു നിന്നു. എന്നിട്ട് പിന്നെ പുള്ളി കൈയും കിട്ടി ആ വഴി അങ്ങ് പോയി. ഇപ്പോഴും ഷാനവാസ് അവിടെ തന്നെ ഇരിക്കുവാണ്, ടാസ്കിനെ ഒട്ടും തന്നെ സീരിയസ് ആയിട്ട് എടുക്കാതെ. ബിഗ് ബോസിന് ഒരു അനൗൺസ്മെന്റ് വരുമായിരിക്കും. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.